എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ക്യൂൻവ കൊണ്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ. അപ്പം കഞ്ഞി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ക്യൂൻവയുടെ കുറച്ച് ഗുണങ്ങളുണ്ടല്ലോ, അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. ഇപ്പം ധാന്യങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന നമ്മുടെ ക്യൂൻവ ഉണ്ടല്ലോ, അതൊരു സൂപ്പർ ഫുഡാണ് കേട്ടോ. അതായത് നിറയെ വൈറ്റമിൻസും മിനറൽസും, എൻ്റെ അമ്മ തെറ്റിപ്പോണ്, വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സൂപ്പർ ഫുഡാണ്, ഒരു ഹെൽത്തി ഫുഡാണ് നമ്മുടെ ക്യൂൻവ എന്ന് പറയുന്നത്. ക്യൂൻവ എന്നും കിനോവ എന്നും ഒക്കെ ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള നല്ലൊരു സൂപ്പർ ഫുഡാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഈ ഒരു ഭക്ഷണം ദിവസത്തിൽ ഒരു നേരം ഉൾപ്പെടുത്തുകയാണ് വളരെ നല്ലതാണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് RCMൻ്റെ ക്യുനോവയാണ്. അപ്പം ക്യൂൻവയെന്നും കിനോവയെന്നും പറയാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഈ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഇത് നമ്മുടെ വെള്ളക്കടുക് മണി പോലെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ തിനയൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും. മഞ്ജുപിള്ള പറയുന്ന കേട്ടിട്ടില്ലേ, ഞാനിപ്പോൾ തിനയാ തിന്നാറെന്ന്. അതുപോലെ സിനിമാ നടന്മാരൊക്കെ വണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മുടെ കിനോവ. ആള് ചെറുതല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 1/4 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. ഒരു 1/4 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കുതിർത്തിടണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് സാഫോൺ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇതിലുണ്ട്. നമ്മുടെ ശരീരത്തിനൊന്നും ദോഷമൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ അതിൻ്റെ ചവർപ്പ് ചിലർക്ക് പിടിക്കില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതൊരു 1/4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിടുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ ഇത് ആ ഒരു സംഭവമൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പം ഞാൻ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് നമ്മുടെ ക്യുനോവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുക്കാൻ ഒരു ഇച്ചിരി പാടാണ്. നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, കുഞ്ഞു 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 പൊടി മണികളല്ലേ. അപ്പോൾ ഇത് അരിപ്പ വെച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു 4-5 പ്രാവശ്യം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഇനിയുണ്ട്, ചെറുതൊന്നും അല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പം ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് പിടിക്കില്ല ശരീരത്തിന്. അപ്പം അതുകൊണ്ട് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളൊരു ഫുഡാണ്. ഈ വയറ്റിൽ നിന്നൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ തീർച്ചയായിട്ടും ആക്കണം. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫുഡാണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴുകി വാരി നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്യൂൻവയെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ നെകക്കെ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട് കഞ്ഞിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനത് അടച്ച് ഒരു 2 വിസിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2 വിസിലടിച്ചിട്ട് അത് ഓഫ് ചെയ്ത് വെക്കും. ഇതാ നമ്മുടെ ക്യൂൻവ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ചിലർക്ക് ഇത് തയ്യാറാക്കാൻ ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പാകം അറിയണമെങ്കിൽ ഇതിൽ ഒരു നൂല് പോലൊരു സംഭവം വരും. അതായത് ഒരു നൂല് പോലൊരു സംഭവം ഇത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേവെന്ന് പറയുന്നത്. ഇത് നല്ല സൂപ്പർ ഫുഡാണ്, നല്ല വെടിക്കട്ട് ഹെൽത്തി ഫുഡാണത് വേണമെങ്കിൽ പറയാം കേട്ടോ. വേണമെങ്കിൽ എന്നല്ല, തീർച്ചയായിട്ടും പറയാം. RCMൻ്റെ ക്യുനോവ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മേടിച്ച് നോക്കുക. എനിക്ക് വേറെ ഒന്നും അറിയില്ല, ഞാൻ RCMൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാം, പ്രായപരിധി ഒന്നുമില്ല, എല്ലാവർക്കും വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പറേ പറമ്പിൽ നിറയെ കുറ്റിപ്പയർ നിൽപ്പുണ്ടായിരുന്നേ. ഞാൻ പോയിട്ട് അന്തസ്സായിട്ട് കുറേ പയർ ഇങ്ങോട്ട് പറിച്ചെടുത്തു. ഇനി കഞ്ഞിയുടെ കൂടെ നമുക്കൊരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കിയേക്കാം. അപ്പം മെഴുക്കുവരട്ടിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് ഒരു 6 എണ്ണത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി എരിവ് വേണം, അപ്പം വറ്റൽമുളകും കൂടെ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവോളയും. അപ്പം ഞാൻ വെളുത്തുള്ളി ചതയ്ക്കുന്ന യന്ത്രം നിങ്ങൾ കണ്ടോ? വേറൊന്നുമല്ല, ഉളിയാണ്. ഉളി ഇട്ടിട്ടാണ് ഞാൻ എന്നും വെളുത്തുള്ളി മുളകുമൊക്കെ ചതയ്ക്കുന്നത്. പിന്നെ പയർ ഞാനിങ്ങനെ ചിപ്രം ഒക്കെ അരിഞ്ഞങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഷേപ്പൊന്നുമില്ല, എനിക്ക് തോന്നിയ രീതിക്ക് ഞാൻ ചിപ്രം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ കുക്കറിലേക്ക് ഇടുവാണേ. കുക്കറിലിട്ട് ഞാൻ പയർ 2 അടി അടിക്കും. പയർ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറ്റിപ്പയറായതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു ലേശം വെള്ളവും കൂടി ഒഴിക്കണേ. അപ്പോൾ ഇതിന് ഇച്ചിരി വേവ് കൂടുതലുണ്ടേ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മതി കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് വെന്ത് ഉടഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമായി പോകും, ഒന്നിനും കൊള്ളാതെ. ഇനി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ആ കുക്കറിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 ആട്ടാട്ടും. അപ്പോൾ ആ ഉപ്പ് എല്ലായിടവും പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി കുക്കർ അടച്ചിട്ട് ഗ്യാസയിലേക്ക് വെച്ചിട്ട് 2 അടി ഷൂന്നടിക്കുമ്പോൾ നമ്മുടെ പയർ അവിടെ വെന്തിരിക്കും. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പയിലേക്ക് ഞാനൊരു പാനൊക്കെ വെച്ചു. അതിലേക്ക് ഞാൻ റൈസ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്.
ഞാൻ എടുത്ത തവിയിൽ ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ മയം ഉണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്. അതാണ് ചപ്രം ചിപ്രം ദേ ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ചതച്ച് വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പിലൊക്കെ എത്ര ഇട്ടാലും നല്ലതല്ലേ. അപ്പോൾ ഉള്ള അത്രയും കറിവേപ്പില അങ്ങിടുക. എന്നും പറഞ്ഞ ഒരു പരിധി കൂടരുതേ. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം സവാള വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പം പെട്ടെന്ന് നമുക്ക് സവാള വഴന്ന് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. ഈ കളറൊക്കെ പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേനും നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റണം. ഈ വറ്റൽമുളകുണ്ടല്ലോ നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് കിട്ടണം നമുക്ക്. അങ്ങനെ നമുക്ക് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഇട്ട് ഇളക്കണം കേട്ടോ. എന്തിനാണെന്നറിയാമല്ലോ, മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊന്ന് മാറി കിട്ടാനായിട്ടാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ വേവിച്ച് വെച്ച നമ്മുടെ പയറുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മെഴുക്കുവരട്ടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വിനോവ കഞ്ഞിയും മെഴുക്കുവരട്ടിയും കൂടെ കൂട്ടിയിട്ട് വൈകുന്നേരത്തെ ഭക്ഷണം കുശാലാക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ചെയ്യണം, കമൻറ്റും ഇടണേ. എല്ലാം